നമസ്കാരം. എക്സിറ്റ് പോൾ ഫലങ്ങളെപ്പോലും കടത്തിവെട്ടിക്കൊണ്ട് മഹാരാഷ്ട്രയിൽ മഹായുതിയുടെ മുന്നേറ്റം. ഇന്ത്യ സഖ്യത്തിന് ആശ്വാസമായി ജാർഖണ്ഡിൽ ഭരണ തുടർച്ച. പാലക്കാട്, ചേലക്കര, വയനാട് ഉപതെരഞ്ഞെടുപ്പ് ഫലത്തോടൊപ്പം ദേശീയ രാഷ്ട്രീയം ഉറ്റുനോക്കിയ മഹാരാഷ്ട്രയിലെയും ജാർഖണ്ഡിലെയും തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളും വിശകലനങ്ങളുമായി പ്രത്യേക ബുള്ളറ്റിൻ ആരംഭിക്കുന്നു. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. മഹാരാഷ്ട്രയിൽ മഹായുതിയുടെ തേരോട്ടം. മഹാവികാസ് അഘാഡി തകർന്നടിഞ്ഞു. BJP സഖ്യം 234 സീറ്റ് നേടി ഭരണം നിലനിർത്തി. ഇന്ത്യ മുന്നണിക്ക് ആശ്വാസമായി ജാർഖണ്ഡ്. JMM സഖ്യത്തിന് ഭരണ തുടർച്ച. മഹാരാഷ്ട്രയിലേത് NDAയുടെ മഹാവിജയമെന്ന് പ്രധാനമന്ത്രി. BJPയുടെ വികസന രാഷ്ട്രീയത്തിനുള്ള ജനപിന്തുണയെന്നും മോദി. विकासवाद की जीत हुई है. महाराष्ट्र में सुशासन की जीत हुई. മഹാരാഷ്ട്രയിലേത് ജനവിധിയല്ല, പണം കൊടുത്തു വാങ്ങിയ ജയമെന്ന് ശിവസേന ഉദ്ധവ് വിഭാഗം. പാലക്കാട് മറിഞ്ഞില്ല. UDF കോട്ടയെന്ന് ഉറപ്പിച്ച് റെക്കോർഡ് ജയം നേടി രാഹുൽ മാങ്കൂട്ടത്തിൽ. നഗരസഭയിലെ BJP കോട്ടകളിലും കോൺഗ്രസ് മുന്നേറ്റം. സരിൻ മൂന്നാമത്. ചേലക്കര ചുവന്ന് തന്നെ UR പ്രദീപ് ജയിച്ചു കയറി. LDFന് 18,588 വോട്ട് കുറഞ്ഞു. രണ്ടാമത് രമ്യ ഹരിദാസ്. UDFന് 8,611 വോട്ട് കൂടി. BJPയുടെ അക്കൗണ്ടിൽ അധികമെത്തിയത് 9,000-ൽ പരം വോട്ടുകൾ. അൻവർ ഷോ പ്രതിഫലിച്ചേയില്ല. For giving me so much love in my whole campaign while I was there, and then for voting for me in the manner that they have. So I feel it's a great honor and I will respect it fully. ത്രിവർണം പുതച്ചു വയനാട്. പ്രിയങ്കാ ഗാന്ധിക്ക് രാഹുൽ ഗാന്ധിയേക്കാൾ ഭൂരിപക്ഷം. CPIക്ക് വൻ വോട്ട് ചോർച്ച. BJPക്ക് കെട്ടിവെച്ച കാശുപോയി. ഉടൻ വയനാട്ടിൽ എത്തുമെന്ന് പ്രിയങ്ക. ഭരണവിരുദ്ധ പ്രചാരണം ജനങ്ങളെ സ്വാധീനിച്ചിട്ടില്ലെന്ന് മുഖ്യമന്ത്രി. ഭരണവിരുദ്ധ വികാരമില്ലെന്ന് MV ഗോവിന്ദൻ. ഗവൺമെന്റ് വിരുദ്ധ വികാരമോ ഗവൺമെന്റിനെതിരായ വിലയിരുത്തലോ ആകാൻ ഈ തെരഞ്ഞെടുപ്പ്, ഈ ഉപതെരഞ്ഞെടുപ്പ് തീർച്ചയായിട്ടും സാധിക്കുന്നതല്ല. പരോക്ഷമായി പിന്തുണച്ച് കെ മുരളീധരൻ. വികാരം എപ്പോഴും വോട്ടായി മാറണമെന്നില്ല എന്നൊരു സൂചന കൂടെ ചേലക്കര ഞങ്ങൾക്ക് നൽകി. എങ്ങനെയാണ് മുഖ്യമന്ത്രിക്ക് തിളക്കമുണ്ടാകുന്നതെന്ന് പരിഹസിച്ച് VD സതീശൻ എന്നാണ് CPM അവകാശപ്പെടുന്നത്. അങ്ങനെ തന്നെ നിങ്ങൾ വിശ്വസിച്ചാൽ മതി. ഞങ്ങൾക്ക് അതാണ് സന്തോഷം. മുനമ്പം സമരക്കാരുമായി ഓൺലൈൻ ചർച്ച നടത്തി മുഖ്യമന്ത്രി. പ്രശ്നപരിഹാരം 3 മാസത്തിനകമെന്ന് ഉറപ്പ്. സമരം നിർത്തണമെന്ന ആവശ്യം തള്ളി സമരസമിതി. ജുഡീഷ്യൽ കമ്മീഷനോട് സഹകരിക്കുമെന്നും പ്രതിഷേധക്കാർ. പെർത്ത് ടെസ്റ്റിൽ ഇന്ത്യ പിടിമുറുക്കുന്നു. ഓസീസിനെതിരെ 218 റൺസിന്റെ ലീഡ്. സെഞ്ചുറിക്കരികെ യശസ്വി ജയ്സ്വാൾ. ഒന്നാം ഇന്നിംഗ്സിൽ ഓസ്ട്രേലിയ 104 പുറത്ത്. മഹാവികാസ് അഘാഡി തകർന്നടിഞ്ഞു. മഹാരാഷ്ട്രയിൽ മഹായുതിയുടെ മഹാവിജയം. ജാർഖണ്ഡിൽ ഇന്ത്യ മുന്നണി ഭരണം നിലനിർത്തി. മഹാരാഷ്ട്രയിൽ BJPയിൽ നിന്നും ദേവേന്ദ്ര ഫട്നാവിസ് മുഖ്യമന്ത്രിയാകുമെന്നാണ് സൂചന. ജാർഖണ്ഡിൽ ഹേമന്ത് സോറൻ മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടരും.
എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ നൽകിയ വിജയത്തെ കടത്തിവെട്ടി മഹാരാഷ്ട്രയിൽ മഹായുതിയുടെ അത്ഭുത ജയം. 288 അംഗ നിയമസഭയിൽ 234 വിജയിച്ച് 4/3 ഭൂരിപക്ഷമാണ് മുന്നണി നേടിയത്. 148 സീറ്റിൽ മത്സരിച്ച BJP 132 വിജയിച്ചു. സ്ട്രൈക്ക് റേറ്റ് 89%. 81 സീറ്റിൽ മത്സരിച്ച ഏക്നാഥ് ഷിൻഡെയുടെ ശിവസേന 57 51 സീറ്റിൽ മത്സരിച്ച അജിത് പവാറിന്റെ NCP 41 സീറ്റിലും വിജയക്കൊടി പാറിച്ചു. കോൺഗ്രസും ശരത് പവാർ വിഭാഗം NCPയും ഉദ്ധവ് താക്കറെ നയിക്കുന്ന ശിവസേനയും ചേർന്ന മഹാവികാസ് അഗാഡി 50 സീറ്റിലേക്ക് ഒതുങ്ങി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വ്യക്തമായ മേൽക്കൈ നേടിയ മുന്നണിയാണ് 6 മാസത്തിനുള്ളിൽ പാടെ തകർന്നടിഞ്ഞത്. കോൺഗ്രസ് 16, ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗം 20, NCP ശരത് പവാർ വിഭാഗം 10 എന്നതാണ് കക്ഷിനില. മഹാരാഷ്ട്രയിൽ 2 സീറ്റിൽ മത്സരിച്ച CPIM സിറ്റിംഗ് സീറ്റ് നിലനിർത്തി. വിനോദ് നിക്കോളയാണ് 10ാം തവണയും ചെങ്കൊടി പാറിച്ചത്. BJP നേതൃത്വത്തിലെ വമ്പൻ പ്രചാരണത്തിനിടയിലും ജാർഖണ്ഡിൽ ഇന്ത്യ സഖ്യം വിജയിച്ചു. 81ൽ 56 സീറ്റോടെ ആധികാരിക വിജയമാണ് JMM, കോൺഗ്രസ്, RJD, CPIML മുന്നണി നേടിയത്. ഗോത്രമേഖലയിലെ JMMന്റെ വൻ മുന്നേറ്റമാണ് ജാർഖണ്ഡിന്റെ 24 വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായി ഒരു മുന്നണിക്ക് തുടർഭരണം നൽകിയത്. അഴിമതിക്കേസിൽ ജയിലിൽ പോയി ജാമ്യത്തിൽ ഇറങ്ങിയ JMM നേതാവ് ഹേമന്ത് സോറൻ തന്നെ വീണ്ടും മുഖ്യമന്ത്രിയാകുമെന്നും ഉറപ്പായി. പൊളിറ്റിക്കൽ ഡെസ്ക്, ന്യൂസ് 18. മഹാരാഷ്ട്രയിലേത് NDAയുടെ മഹാവിജയമെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതികരിച്ചത്. BJPയുടെ വികസന രാഷ്ട്രീയത്തിനുള്ള ജനപിന്തുണയെന്നും അദ്ദേഹം പറഞ്ഞു. एक और ऐतिहासिक महाविजय का उत्सव मनाने के लिए इकट्ठे हुए हैं। आज महाराष्ट्र में विकासवाद की जीत हुई है। महाराष्ट्र में सुशासन की जीत हुई है। महाराष्ट्र में सच्चे सामाजिक न्याय की विजय हुई है। और साथियों, आज महाराष्ट्र में झूठ, छल, फरेब बुरी तरह हारा है. ഡൽഹിയിലെ BJPയുടെ ദേശീയ ആസ്ഥാനത്തായിരുന്നു പ്രധാനമന്ത്രി സംസാരിച്ചത്. പ്രസംഗത്തിലുടനീളം മഹാരാഷ്ട്രയിലെ വിജയത്തെക്കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. എങ്കിലും ജാർഖണ്ഡിലെ ജനങ്ങളെ, അതായത് ജാർഖണ്ഡിൽ ഭരണത്തിലേക്ക് എത്താൻ സാധിച്ചില്ല എങ്കിൽ പോലും ജാർഖണ്ഡിലെ ജനങ്ങളെ അദ്ദേഹം അഭിനന്ദിക്കുകയും ചെയ്തു. അതേസമയം ജാർഖണ്ഡിലെ ജനങ്ങൾക്ക് രാഹുൽ ഗാന്ധി നന്ദി പറഞ്ഞു. പിന്തുണച്ചതിന് സംസ്ഥാനത്തെ എല്ലാ വോട്ടർമാർക്കും പ്രവർത്തകർക്കും നന്ദി എന്നായിരുന്നു എക്സിൽ കുറിച്ചത്. വിജയം ഭരണഘടനയോടൊപ്പം ജലവും വനവും ഭൂമിയും സംരക്ഷിച്ചതിൻ്റെ വിജയമാണ്. മഹാരാഷ്ട്രയിലെ ഫലങ്ങൾ അപ്രതീക്ഷിതമാണ് എന്നും അത് വിശദമായി പരിശോധിക്കുമെന്നും രാഹുൽ വ്യക്തമാക്കി. കോൺഗ്രസ് അനുകൂല സാഹചര്യങ്ങളെപ്പോലും അട്ടിമറിച്ച് വിജയം സ്വന്തമാക്കുന്ന BJPയുടെ തന്ത്ര മികവ് തന്നെയാണ് മഹാരാഷ്ട്രയിലും വ്യക്തമായത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലേറ്റ പരാജയത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് തിരുത്താൻ BJP തയ്യാറായി. എന്നാൽ ഹരിയാന തോൽവിയിൽ പഠിക്കാനോ തിരുത്താനോ തയ്യാറാകാതെ പതിവ് ശൈലി പിന്തുടർന്ന കോൺഗ്രസിനേറ്റത് കനത്ത തോൽവിയാണ്. മഹാരാഷ്ട്രയിൽ മഹായുതിയെ അട്ടിമറി വിജയത്തിലേക്ക് നയിച്ച ഘടകങ്ങൾ പലതാണ്. 1. കുറഞ്ഞ വരുമാനക്കാരായ സ്ത്രീകൾക്ക് മാസം 1500 രൂപ നൽകുന്ന ലാഡ്ലി ബെഹിൻ പദ്ധതി.
2.21 കോടി സ്ത്രീകളുടെ അക്കൗണ്ടിലേക്ക് നേരിട്ട് പണമെത്തിയത് സ്ത്രീ വോട്ടുകൾ മഹായുതിക്ക് അനുകൂലമാക്കി. 60 വയസ്സ് കഴിഞ്ഞവർക്കുള്ള 1500 രൂപ പെൻഷൻ പദ്ധതി മുതിർന്ന പൗരന്മാരുടെ വോട്ടുറപ്പാക്കി. 2. ഹിന്ദു വോട്ട് ഏകീകരണം. ജാതി സെൻസസ് മുതൽ പിന്നാക്ക മുസ്ലിം സംവരണം വരെയുള്ള കോൺഗ്രസ് നീക്കങ്ങളെ ഹിന്ദു ഏകീകരണ മുദ്രാവാക്യമുയർത്തി നേരിട്ടു. 3. ഹരിയാന തന്ത്രം മഹാരാഷ്ട്രയിലും. മറാത്ത വോട്ട് ബാങ്ക് മഹാവികാസ് അഘാഡിയിലേക്ക് നീങ്ങാനുള്ള സാധ്യത OBC വോട്ട് ബാങ്കിലൂടെ മറികടന്നു. മഹാവികാസ് അഘാഡിയുടെ മറാത്ത സംവരണവാദത്തെ OBC സംവരണം അട്ടിമറിക്കാനുള്ള വഴിയായി ചിത്രീകരിച്ചു. ഹം ഏക് ഹേ തോ സേഫ് ഹേ മുദ്രാവാക്യം പ്രധാനമന്ത്രി തന്നെ ആവർത്തിച്ചുയർത്തി. 4. ലോക്സഭാ തെരഞ്ഞെടുപ്പിലകന്ന കർഷകരെ മടക്കിയെത്തിക്കാനായി. ഉള്ളിവില കൂടിയപ്പോൾ അതിനെ വിലക്കയറ്റമായി മഹാവികാസ് അഘാഡി കണ്ടപ്പോൾ അതിലൂടെ ഉള്ളി കർഷകരുടെ വോട്ടുറപ്പിക്കുകയാണ് BJP ചെയ്തത്. കാർഷിക വായ്പകൾ എഴുതി തള്ളുന്നടക്കം വാഗ്ദാനങ്ങളിൽ ഇരുമുന്നണികളും ഒപ്പത്തിനൊപ്പമായിരുന്നെങ്കിലും താഴെ തട്ടിലെത്തിയത് മഹായുതിയുടെ വാഗ്ദാനങ്ങളാണ്. മുസ്ലിം വിഭാഗം നിർണായകമായ മേഖലകളിലടക്കം വിജയിക്കാനുമായി. 5. നിരന്തര റെയ്ഡുകളിലൂടെ എതിരാളികളുടെ പണമൊഴുക്ക് തടഞ്ഞു. തെരഞ്ഞെടുപ്പിൽ പണം വരുന്ന വഴികളെല്ലാം കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് തടഞ്ഞു. പ്രതിപക്ഷത്തിന് ഫണ്ട് നൽകുന്ന വ്യവസായികളെ അടക്കം പൂട്ടി. ഒരു ഭാഗത്ത് BJP വലിയ തോതിൽ പണമിറക്കി കളിച്ചപ്പോൾ കയ്യിലുള്ള പണം പോലും ചിലവഴിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് എതിരാളികളെ കൊണ്ടെത്തിച്ചു. 6. അഴിമതിക്കെതിരെ വികസനം. ഏക്നാഥ് ഷിൻഡെ സർക്കാരിനെതിരെ ഉയർന്ന അഴിമതി ആരോപണങ്ങളെ വമ്പൻ വികസന പദ്ധതികൾ ചൂണ്ടിക്കാട്ടിയാണ് പ്രതിരോധിച്ചത്. അടൽ സേതു, മെട്രോ 3, സമൃദ്ധി എക്സ്പ്രസ് പാത, തീരദേശ റോഡ് തുടങ്ങി നേരിട്ട് കാണാൻ കഴിയുന്ന വമ്പൻ വികസന പദ്ധതികളെ വോട്ടാക്കി മാറ്റാനായി. 7. മറാത്ത ഭാഷയ്ക്ക് ക്ലാസിക്കൽ പദവി നൽകണമെന്ന ദീർഘകാല ആവശ്യം അംഗീകരിച്ചതു മുതൽ രാജ് താക്കറെയുടെ MNS, പ്രകാശ് അംബേദ്കറുടെ വഞ്ചിത് ബഹുജൻ അഘാഡി അടക്കമുള്ള ചെറു പാർട്ടികളുമായും ഗ്രൂപ്പുകളുമായും മുന്നണിക്ക് പുറത്ത് തന്ത്രപരമായ ധാരണയുണ്ടാക്കി. 8. തെരഞ്ഞെടുപ്പ് പ്രചാരണ ചുമതല RSS ഏറ്റെടുക്കുക കൂടി ചെയ്തതോടെ മഹായുതിയുടെ പ്രവർത്തനങ്ങൾ താഴെത്തട്ടിലേക്ക് എത്തിക്കാനായി. എതിരാളികൾക്ക് അനുകൂലമായ ജനവികാരത്തെ 6 മാസം കൊണ്ട് അട്ടിമറിക്കാനാവുമെന്ന് തെളിയിക്കുന്നതുകൂടിയാണ് മഹാരാഷ്ട്രയിലെ മഹായുതിയുടെ ഏകപക്ഷീയ ജയം. പൊളിറ്റിക്കൽ ഡെസ്ക്, ന്യൂസ് 18. മഹാരാഷ്ട്രയിൽ എന്താണ് സംഭവിച്ചത്? വിശദാംശങ്ങളുമായി പൊളിറ്റിക്കൽ ഡെസ്കിൽ നിന്ന് R. കിരൺ ബാബുവും മനു ഭരത്തും ആണ് ഈ ഘട്ടത്തിൽ ചേരുന്നത്. ആദ്യം കിരൺ ബാബുവിലേക്കാണ്. കിരൺ, അല്പസമയം മുമ്പ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രവർത്തകരെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞത് ഇത് വികസനത്തിനേറ്റ അല്ലെങ്കിൽ വികസനത്തിന് ജനങ്ങൾ നൽകിയ വിജയം എന്നുള്ളതാണ്. തീർച്ചയായും ഈ കഴിഞ്ഞ കുറച്ചു കാലമായി മഹാരാഷ്ട്രയിൽ അതിവേഗം നടപ്പിലാക്കുന്ന പദ്ധതികൾ, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് പണം നേരിട്ടെത്തുന്ന 1500 രൂപ വീതം എത്തുന്ന പദ്ധതി, അതോടൊപ്പം കർഷകർക്ക് സൗജന്യമായി ഏതാണ്ട് 44 ലക്ഷത്തോളം കർഷകർക്ക് സൗജന്യമായി വൈദ്യുതി നൽകുന്നു, മെട്രോ വിപുലീകരണം, അങ്ങനെയുള്ള വികസന പദ്ധതികൾ ഒരു ഭാഗത്ത്. പക്ഷേ അതിനപ്പുറം ഒരു രാഷ്ട്രീയമുണ്ടല്ലോ. അത് BJPയെ സംബന്ധിച്ച്, NCP അജിത് പവാറിനെ സംബന്ധിച്ച്, ശിവസേന ഷിൻഡെ വിഭാഗത്തെ സംബന്ധിച്ച് നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടമായിരുന്നു, കരുത്തറിയിക്കേണ്ട പോരാട്ടമായിരുന്നു. അതിൻ്റെ രാഷ്ട്രീയം എങ്ങനെയാണ് ആദ്യം വിലയിരുത്തേണ്ടത്? അഭിലാഷ, ആദ്യം ഈ ശിവസേന ഇരുവിഭാഗങ്ങളുടെയും NCPയുടെയും വിഷയം എടുത്തു കഴിഞ്ഞാൽ കോൺഗ്രസും BJPയും തമ്മിലുള്ള പോരാട്ടത്തിനപ്പുറത്തേക്ക് നിലനിൽപ്പിനായുള്ള പോരാട്ടം എന്ന് പറയുന്നത് ഇരുവിഭാഗം NCPയും ഇരുവിഭാഗം ശിവസേനകളും തമ്മിലായിരുന്നു. കഴിഞ്ഞ 2019 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ രണ്ട് പാർട്ടികളും NCPയും ശിവസേനയും പിളർന്നിരുന്നില്ല. രണ്ട് പാർട്ടികളും NCP കോൺഗ്രസിനൊപ്പമായിരുന്നു, ശിവസേന BJPക്കൊപ്പമായിരുന്നു. അതിനുശേഷമാണ് NCPയും കോൺഗ്രസും ശിവസേനയും കൂടെ ചേർന്നുകൊണ്ട് മഹാവികാസ്
അഘാടി രൂപം കൊള്ളുകയും അവിടെ ഉദ്ധവ് താക്കറയുടെ നേതൃത്വത്തിൽ സർക്കാരൊക്കെ രൂപപ്പെട്ടത്. ഈ സർക്കാരിനെ അട്ടിമറിച്ചുകൊണ്ടാണ് ശിവസേനയും NCPയും രണ്ടായി പിളർത്തിയത്. അതിനുശേഷം നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പക്ഷേ NCPയെ സംബന്ധിച്ചാണെങ്കിൽ ശരത് പവാറിനാണ് കരുത്ത് എന്ന് അദ്ദേഹത്തിന് വ്യക്തമായി തന്നെ 8 സീറ്റുകളിൽ വിജയം നേടിക്കൊണ്ട് തെളിയിക്കാൻ കഴിഞ്ഞു. അജിത് പവാർ ഒറ്റ സീറ്റിലേക്കാണ് ലോക്സഭയിൽ ഒതുങ്ങിയത്. ശിവസേനയെ സംബന്ധിച്ചാണെങ്കിൽ ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗം 9 സീറ്റുകളും നേടിയപ്പോൾ ഷിൻഡെ വിഭാഗവും പിടിച്ചു നിന്നു. അവർ 7 സീറ്റുകളും വീതം നേടി. ഈ രണ്ട് പാർട്ടികളും രൂപീകരിച്ച രണ്ട് പാർട്ടികളുടെയും അവകാശമുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ ശരത് പവാർ ആയാലും ഉദ്ധവ് താക്കറെ ആയാലും ഈ രണ്ട് നേതാക്കളുടെ കയ്യിൽ നിന്ന് പാർട്ടിയുടെ ചിഹ്നവും കൊടിയും പേരുമടക്കം നഷ്ടപ്പെടുന്ന അവസ്ഥയുണ്ടായി. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലൂടെ വേണമായിരുന്നു ഇവർക്ക് രണ്ടുപേർക്കും ഞങ്ങളാണ് ശരിയായ ശിവസേന, ഞങ്ങളാണ് ശരിയായ NCP എന്ന് തെളിയിക്കേണ്ടത്. പക്ഷേ അവിടെ ഈ രണ്ട് പാർട്ടികളെയും പാടെ തകർക്കുന്ന പെർഫോമൻസാണ് ഷിൻഡെയുടെ ഭാഗത്തു നിന്നായാലും അജിത് പവാറിൻ്റെ ഭാഗത്തു നിന്നാലും ഉണ്ടായത്. ശരത് പവാറിനൊക്കെ കനത്ത തിരിച്ചടിയാണ്. ശരത് പവാറിൻ്റെ ശക്തി മേഖലയാണ് ബാരാമതി എന്ന് പറയുന്നത്. ബാരാമതിയിലടക്കം അവിടെ അജിത് പവാറിനാണ് വലിയ മേൽക്കൈ ഉണ്ടായത്. കഴിഞ്ഞ 6 മാസത്തിന് മുമ്പ് വരെ ശരത് പവാറിനുണ്ടായിരുന്നൊരു വലിയ മേൽക്കൈയാണ്. 8 ലോക്സഭാ സീറ്റുകൾ നേടിയ ഒരു പാർട്ടിയുടെ നേതാവിനാണ് ഇത്തരത്തിലേക്ക്, അല്ലെങ്കിൽ ആ പാർട്ടിക്കാണ് ഇത്തരത്തിലേക്ക് ഒരു താഴ്ന്ന പെർഫോമൻസിലേക്ക് വീഴേണ്ടി വന്നത്. 10 സീറ്റുകൾ എന്ന് പറയുമ്പോൾ അവരുടെ നിയമസഭാ സീറ്റും ലോക്സഭാ സീറ്റിനെ കണക്ക് വെച്ച് നോക്കുമ്പോൾ ഇതിൽ എത്രയോ ഇരട്ടി സീറ്റുകൾ ലഭിക്കേണ്ടതാണ്. അത്തരം ഒരു തിരിച്ചടി, കനത്ത തിരിച്ചടിയാണ് ശരത് പവാർ ലഭിച്ചത്. ഒരു തരത്തിൽ പറഞ്ഞാൽ ശരത് പവാർ എന്ന മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിലെ ഏറ്റവും അധികായനായ നേതാവ്, ഏറ്റവും തന്ത്രജ്ഞനായ നേതാവ്, അത്തരമൊരു നേതാവിൻ്റെ പതനത്തിനുള്ള ഒരു തുടക്കം എന്ന നിലയിൽ കൂടി വേണമെങ്കിൽ അതിനെ കാണാം. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ തന്ത്രങ്ങളൊക്കെയും എല്ലാ കാലത്തും ഒരു പരിധിവരെ വിജയിക്കുന്നതായിരുന്നെങ്കിൽ അപ്രതീക്ഷിത നീക്കങ്ങളിലൂടെയാണ് അദ്ദേഹം BJPക്കടക്കം തിരിച്ചടി നൽകിയിട്ടുള്ളത്. അദ്ദേഹത്തിന് കനത്ത തിരിച്ചടിയാണ് BJPയുടെ ഭാഗത്തു നിന്നും. കഴിഞ്ഞ തവണ BJPയെ എങ്ങനെയാണോ തിരിച്ചടി നൽകിയത് അതിന് ആ നാണയത്തിൽ തന്നെ തിരിച്ചടി പവാറിന് നൽകുകയായിരുന്നു. മറുഭാഗത്ത് ഉദ്ധവ് താക്കറയുടെ വിഷയം എടുത്താലും ഉദ്ധവ് താക്കറയുടെ അച്ഛൻ രൂപീകരിച്ച ബാൽ താക്കറെ രൂപീകരിച്ച പാർട്ടിയിൽ ഇന്ന് അദ്ദേഹത്തിന് നല്ല ശക്തി ഷിൻഡെക്കാണ് ശക്തി എന്ന് വ്യക്തമായി തെളിയിച്ചിരുന്നു. അധികാരം കൂടി വരുന്നതോടുകൂടി ഇനി ഷിൻഡെ വിഭാഗത്തിലേക്കും അജിത് പവാർ വിഭാഗത്തിലേക്കും ഈ രണ്ട് പാർട്ടികളിൽ നിന്നും പ്രധാനപ്പെട്ട നേതാക്കളടക്കം പോകുക എന്നുള്ള, അല്ലെങ്കിൽ അത്തരമൊരു ഒഴുക്കുണ്ടാവാനുള്ള സാധ്യത അടക്കമുണ്ട്. ഇത് തടയുക എന്ന വെല്ലുവിളികളുടെ കൂടി നടുവിലാണ് ഈ രണ്ട് പ്രധാന നേതാക്കളും ഇപ്പോൾ നിൽക്കുന്നത്. യെസ്, എന്തായാലും ഇതാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം. മനു ഭരത് കുറച്ചുകൂടി മനു, നമുക്ക് ഈ മഹാവികാസ് അഘാഡിയിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ മഹായുതിയുടെ ഒരു മുന്നേറ്റമുണ്ടല്ലോ. അതായത് എക്സിറ്റ് പോളുകൾ പോലും ഭൂരിപക്ഷം ലഭിക്കും, ഭരണം ഉറപ്പിക്കുമെന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു 195 അപ്പുറത്തേക്കൊന്നും പ്രവചിച്ച എക്സിറ്റ് പോളുകൾ ഉണ്ടായില്ല. ഇതിപ്പോൾ അങ്ങനെയൊന്നുമല്ല, ഏതാണ്ട് 3-2 ഭൂരിപക്ഷത്തോടു കൂടിയാണല്ലോ എത്തുന്നത്. അവിടെ ഏത് തരത്തിലാണ് ഷിൻഡെ വിഭാഗവും അതോടൊപ്പം അജിത് പവാറും ഇത് തങ്ങളുടേതാണ് ഈ പാർട്ടികൾ എന്ന് ജനാധിപത്യത്തിലൂടെ, ജനങ്ങളുടെ വോട്ടിലൂടെ തെളിയിക്കുന്നത്? ആ ഡേറ്റ എങ്ങനെയാണ് പ്രേക്ഷകരുമായി നമുക്ക് പങ്കുവയ്ക്കാൻ സാധിക്കുന്നത്? അഭിലാഷ്, ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ നോക്കിക്കാണുന്ന ഒരു പ്രധാന കാര്യം മഹാരാഷ്ട്രയിൽ BJP സഖ്യകക്ഷികളുടെ ഒരു വലിയ മുന്നേറ്റമുണ്ടായി എന്നതിനോടൊപ്പം തന്നെ നോക്കിക്കാണേണ്ട മറ്റൊരു കാര്യം, ഈ 48 ഇടങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴും അവിടെ പല ഇടങ്ങളിലും, പ്രത്യേകിച്ച് ഉത്തർപ്രദേശ് ആയിക്കോട്ടെ, ബീഹാർ, രാജസ്ഥാൻ തുടങ്ങിയവിടെയെല്ലാം BJPക്ക് വലിയ മേൽക്കൈ ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ്. പലരും ഒരുപക്ഷെ വാർത്തകളിൽ ആ കാര്യങ്ങൾ വ്യക്തമായിട്ടുണ്ടാവില്ല. ഈ ഉത്തർപ്രദേശിൽ 9 ഇടത്ത് തിരഞ്ഞെടുപ്പ് നടന്നപ്പോൾ അവിടെ 7 ഇടത്തും BJP ജയിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ബീഹാർ അവർ തൂത്തുവാരി. രാജസ്ഥാനിൽ 5 ഇടത്ത് ജയിച്ചു. 1 കോൺഗ്രസിന് നിലനിർത്താൻ കഴിഞ്ഞു, 1 ഭാരത് ആദിവാസി പാർട്ടിക്കാണ് കിട്ടിയത്. ബംഗാളിൽ തൃണമൂലിൻ്റെ ഒരു ആധിപത്യം നമുക്ക് കാണാൻ കഴിഞ്ഞു. തൃണമൂൽ 6 സീറ്റുകളിൽ ജയിച്ചു. 1 1.25 ലക്ഷത്തിലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ജയിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ആസാമിൽ, മേഘാലയയിലും NDAക്ക് വലിയ മേൽക്കൈ ഉണ്ടായി. പിന്നീട് തെരഞ്ഞെടുപ്പ് നടന്ന ഛത്തീസ്ഗഡ്, ഗുജറാത്ത്, ഉത്തരാഖണ്ഡ്, മേഘാലയ, അവിടെയെല്ലാം ഓരോ സീറ്റുകളിൽ നടന്നു. അവിടെയെല്ലാം NDAക്ക് ഒരു മേൽക്കൈ ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ ഈ പൊതുവേ നമ്മൾ ഈ ഉപതെരഞ്ഞെടുപ്പുകളെ നോക്കിക്കാണുമ്പോൾ അവിടെ കാര്യമായൊരു നേട്ടം NDAക്ക് ഉണ്ടാക്കാൻ കഴിയുന്നു. അതേസമയം പഞ്ചാബിൽ NDA 3-ാം സ്ഥാനത്തേക്ക് തന്നെ വീഴുന്നൊരു സാഹചര്യം. അവിടെ ആം ആദ്മി പാർട്ടി അവരുടെ ശക്തി തെളിയിക്കുന്നു. അതേസമയം കോൺഗ്രസിന് ഒരു സീറ്റ് റീറ്റെയിൻ ചെയ്യാനും കഴിയുന്നു. യെസ്, ആ ഡേറ്റകൾ നമുക്ക് മാജിക് ബോളിൻ്റെ സഹായത്തോടു കൂടി എങ്ങനെയാണ് നമ്മുടെ ഏറ്റവും ആധികാരികമാകുന്ന ഡേറ്റ എന്ന നിലയിൽ നമുക്ക് പങ്കുവെക്കാൻ സാധിക്കുന്നത്? മനു, യെസ്, അതിലേക്ക് വരുന്നതിന് മുമ്പ് അഭിലാഷ്, ഈ തെരഞ്ഞെടുപ്പിനെ നമ്മൾ ആദ്യം നോക്കിക്കാണേണ്ടത് ഇവിടെ BJP ഒപ്പം ഷിൻഡെ അതുപോലെ NCP
അവിടെ അവർ ആ തെരഞ്ഞെടുപ്പിനെ ആദ്യഘട്ടത്തിൽ നേരിടുന്ന ഒരു സാഹചര്യത്തിൽ വലിയ അനിശ്ചിതത്വം നിലനിൽക്കുന്നുണ്ടായിരുന്നു. സ്ഥാനാർത്ഥികളിൽ ഒരു ധാരണയെത്താൻ കഴിയുന്നില്ല. 10-38 മണ്ഡലങ്ങളിൽ അവസാന നിമിഷം വരെ ആരാണ് സ്ഥാനാർത്ഥി എന്നൊക്കെയുള്ള ആശയക്കുഴപ്പങ്ങളും പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. ഇത് മറുവിഭാഗത്തിന് അമിതമായ ഒരു ആത്മവിശ്വാസം കൊടുത്തോ എന്നൊരു സംശയം അവിടെ ഉദിക്കുകയാണ്. പക്ഷേ ഇതിൻ്റെ ഫലം വന്നപ്പോൾ BJP ഇപ്പോൾ 149 സീറ്റുകളിൽ മത്സരിച്ചപ്പോൾ അവിടെ 101 BJPക്ക് ജയിക്കാൻ കഴിഞ്ഞു എന്നതാണ് ഒരു സുപ്രധാന കാര്യം. അതുപോലെ ഷിൻഡയ്ക്ക് 81 അവർ മത്സരിച്ചതെങ്കിൽ 48 ജയിക്കാൻ കഴിഞ്ഞു. NCP അജിത് പവാർ വിഭാഗത്തിന് 59 മത്സരിക്കുമ്പോൾ 38 അവർക്ക് ജയിക്കാൻ കഴിഞ്ഞു. എന്നാൽ നേരെ മറുവശത്തേക്ക് വരുമ്പോൾ കോൺഗ്രസ് 101 മത്സരിച്ച് 12 മാത്രമാണ് ജയിച്ചത്. അതുപോലെ ശിവസേന UBT വിഭാഗം നോക്കുമ്പോൾ 95 മത്സരിച്ച് അവർക്ക് വെറും 20 മാത്രമേ നേടാൻ കഴിഞ്ഞുള്ളൂ. NCP ശരത് പവാറിൻ്റെ ടോട്ടൽ ഫെയിലിയർ എന്ന് തന്നെ നമുക്ക് പറയാം. 86 മത്സരിച്ച പാർട്ടി 10 മാത്രമാണ് ജയിച്ചത്. ഇപ്പം നമ്മളിതിൻ്റെ ഒരു മൊത്തം ചിത്രം നോക്കുമ്പോൾ തന്നെ മഹാരാഷ്ട്ര നമുക്ക് കാണാൻ കഴിയും. കാവിയുടെ ഒരു ശരിയായ പ്രസരിപ്പ് മഹാരാഷ്ട്രയിൽ മുഴുവൻ വ്യക്തമാവുകയാണ്. ഇതിൽ മഹാരാഷ്ട്രയെ നമ്മൾ പല കേന്ദ്രങ്ങളായാണ് തിരിക്കുന്നത്. പ്രധാനമായി ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ മഹാരാഷ്ട്രയുടെ ഒരു സുപ്രധാന മേഖലയാണ് കൊങ്കൺ മേഖല. കൊങ്കൺ മേഖലയിൽ നോക്കുമ്പോൾ അവിടെ മൊത്തം 21 സീറ്റുകളാണുള്ളത്. ഈ 21 സീറ്റുകളിൽ 19 സീറ്റ് നേടിയിരിക്കുന്നത് BJPയും സഖ്യകക്ഷികളുമാണ്. BJPക്ക് ഉള്ളതിനേക്കാൾ സഖ്യകക്ഷികൾക്ക് വളരെ ശക്തമായ ഒരു മേൽക്കൈ ഈ മേഖലയിൽ നേടാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് കാണാം. കാരണം ഷിൻഡെ വിഭാഗത്തിന് 10 സീറ്റാണ് അവിടെ ലഭിച്ചിരിക്കുന്നത്. BJPക്ക് 7 സീറ്റ് ലഭിച്ചിരിക്കുന്നു. NCPക്ക് 2 സീറ്റും ലഭിച്ചിരിക്കുന്നു. ഇതാണ് ഈ കൊങ്കൺ റീജിയനിൽ നിന്നുള്ള ഒരു ചിത്രം. ഇനി നമ്മൾ അടുത്ത ഒരു ഘടകം എടുക്കുന്നത് മറാത്ത്വാഡയാണ്. മറാത്ത്വാഡയിൽ BJPയെ സംബന്ധിച്ചിടത്തോളം വലിയ മേൽക്കൈ നമുക്ക് കാണാൻ കഴിയും. 40 സീറ്റുകൾ 46 സീറ്റുള്ള മറാത്ത്വാഡയിൽ 40 സീറ്റും NDA അവിടെ വിജയിച്ചിരിക്കുന്നു എന്നതാണ് അതിലെ സുപ്രധാനമായ കാര്യം. ഷിൻഡെ വിഭാഗം ശിവസേന കാര്യമായൊരു പ്രകടനം അവിടെ കാഴ്ചവെച്ചിരിക്കുന്നു. അതേസമയം ഇന്ത്യ സഖ്യത്തിന് 5 സീറ്റ് മാത്രമാണ് ഈ 46 സീറ്റിൽ നേടാൻ കഴിഞ്ഞിട്ടുള്ളത് എന്നാണ് ഈ ചിത്രത്തിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത്. ഇനി മറ്റൊരു പ്രധാന കേന്ദ്രം മുംബൈ താന എന്ന് അല്ലെങ്കിൽ ആ പ്രദേശം മുംബൈയും താനയും വരുന്ന നഗരപ്രദേശമാണ്. ഈ മുംബൈ താന നഗരപ്രദേശത്തിൽ ഏറ്റവും ചെറിയ സ്ഥലമാണെങ്കിൽ കൂടിയും അവിടെ കൂടുതൽ നിയമസഭാ മണ്ഡലങ്ങൾ വരുന്ന ഒരു ഇടമാണ്. 54 നിയമസഭാ മണ്ഡലങ്ങൾ വരുന്ന ഈ മുംബൈ താനെ എന്ന് പറയുന്ന ഈ കൊച്ചു പ്രദേശത്ത് 38 ഇന്ത്യ സഖ്യത്തെ പരാജയപ്പെടുത്തി NDAക്ക് മുന്നേറാൻ കഴിഞ്ഞു എന്നതാണ്. ഇന്ത്യ സഖ്യം 16 ഇടങ്ങളിൽ മാത്രമേ അവിടെ നേട്ടം ഉറപ്പിക്കാൻ അവർക്ക് കഴിയുന്നുള്ളൂ. ഇത് ഇത്തരം ഈ പ്രധാന കേന്ദ്രങ്ങൾ, അതായത് നഗരപ്രദേശങ്ങൾ, വലിയ ടൗണുകൾ എന്ന സ്ഥലത്ത് ഇപ്പോൾ നാസിക്കായാലും പൂനെ ആയാലും നാഗ്പൂർ ആയാലും എടുത്താൽ അവിടെ ഇന്ത്യ സഖ്യത്തിന് കാര്യമായൊരു പ്രകടനം കാഴ്ചവെക്കാൻ കഴിയുന്നില്ല. പക്ഷേ ചിത്രം ചെറിയൊരു തോതിലെങ്കിലും അവർക്ക് ആശ്വാസം പകരുന്നത് ഈ ഔറംഗാബാദ് പോലുള്ള ഒരു പ്രദേശമാണ്. അതേസമയം നോർത്തേൺ മഹാരാഷ്ട്ര ഒരു സുപ്രധാനമായ ഒരു ഇടമാണ്. നോർത്തേൺ മഹാരാഷ്ട്രയെ സംബന്ധിച്ചിടത്തോളം അവിടെ 47 സീറ്റുകൾ ഈ നോർത്തേൺ മഹാരാഷ്ട്ര മേഖലയിൽ ഉണ്ട്. അതിൽ 43 BJP സഖ്യകക്ഷികളും ജയിക്കുന്നു എന്നതാണ് അതിലെ ഒരു ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. NDA ഇന്ത്യ മുന്നണിക്ക് അവിടെ 3 മാത്രമേ ജയിക്കാൻ കഴിയുന്നുള്ളൂ എന്നതാണ് അതിൽ ഒരു സുപ്രധാനമായ കാര്യം. അപ്പോൾ നോർത്തേൺ മഹാരാഷ്ട്രയിലും ഒരു ഇമ്പാക്റ്റും ഈ ഇന്ത്യ സഖ്യത്തിന് ഉണ്ടാക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. ഇനി മഹാരാഷ്ട്രയെ സംബന്ധിച്ചിടത്തോളം എക്കാലവും കർഷകരുടെയൊക്കെ ഒരു വലിയ താല്പര്യങ്ങൾ സംരക്ഷിച്ചിരുന്ന വിദർഭ, അവിടുത്തെ വലിയ പ്രശ്നം വെള്ളമില്ലായ്മ, വരൾച്ച, അതുപോലൊക്കെയുള്ള വലിയ പ്രശ്നങ്ങൾ നേരിട്ട വിദർഭയിൽ നമുക്ക് കാണാൻ കഴിയും പൂർണ്ണമായ ഒരു BJP മേൽക്കൈയാണ്. വിദർഭയുടെ ഒരു വോട്ടിംഗ് രീതി നമ്മൾ ഇപ്പോൾ ഇത്തവണ നോക്കുകയാണെങ്കിൽ സ്ത്രീകൾ വലിയ തോതിൽ അവരുടെ വോട്ടവകാശം വിനിയോഗിക്കുന്ന ഒരു സാഹചര്യം വിദർഭയിലുണ്ടായി. പക്ഷേ അത് നോക്കൂ, BJPക്ക്
അനുകൂലമായാണ് ആ സ്ത്രീകളുടെ വോട്ടിംഗ് പാറ്റേൺ വന്നിരിക്കുന്നത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. കാരണം കാര്യമായൊരു നേട്ടം അവിടെ ഉണ്ടാക്കാൻ കഴിയുന്നുണ്ട്. മറ്റൊരു പ്രധാന മേഖല വെസ്റ്റേൺ മഹാരാഷ്ട്രയാണ്. വെസ്റ്റേൺ മഹാരാഷ്ട്രയിൽ ഇത് പ്രത്യേകിച്ച് നമ്മൾ ഇതിനെ പറയുന്ന ഒരു ഷുഗർ കെയിൻ ബെൽറ്റ് എന്നാണ്. ഈ ഷുഗർ കെയിൻ ബെൽറ്റിൽ പ്രധാനമായി NCPക്ക് വലിയ ശക്തി ഉണ്ടായിരുന്ന കേന്ദ്രമാണ്. ഇപ്പോൾ ഇത് നമ്മുടെ ബാരാമതിയിൽ അത് ശരത് പവാറിൻ്റെ കുടുംബ മണ്ഡലം എന്ന തരത്തിൽ വന്നിട്ടുള്ള ബാരാമതി ആയിക്കോട്ടെ അല്ലെങ്കിൽ ആ മേഖലയായിക്കോട്ടെ, അവിടെയെല്ലാം ഇത്തവണ അവിടെ 58 സീറ്റുകൾ ഉണ്ടാകുമ്പോൾ അതിൽ 45 സീറ്റുകൾ NDAക്ക് ലഭിക്കുന്നു. അതേസമയം ഇന്ത്യ മുന്നണിക്ക് വൻ വിജയം നേടാൻ അവർ പ്രതീക്ഷിച്ചിരുന്ന ഈ മേഖലയിൽ 11 സീറ്റുകൾ മാത്രമാണ് അവർക്ക് ലഭിക്കുന്നത്. അതാണ് മാജിക് വാൾ പരിശോധിക്കുമ്പോൾ ഏതാണ്ട് മഹാരാഷ്ട്ര പൂർണ്ണമായും NDA അല്ലെങ്കിൽ മഹായുതി സഖ്യം കൈയടക്കി എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. അത് വിദർഭയാകട്ടെ, മുംബൈ മേഖലയാകട്ടെ, മറാഠ്വാദ പ്രദേശമാകട്ടെ, നോർത്ത് മഹാരാഷ്ട്രയാകട്ടെ, അങ്ങനെ എല്ലാ മേഖലകളിലുമുള്ള ആധികാരികമായ ജയം തന്നെയാണ്. മറുഭാഗത്ത് എന്താണ് ഇത്തവണ സംഭവിച്ചത്? അതായത് മഹാവികാസ് അഘാഡി എങ്ങനെയാണ് ഇത്രമേൽ തകർന്നു പോയത്? നമുക്ക് വീണ്ടും കിരൺ ബാബുവിലേക്കും തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം. ഉപതെരഞ്ഞെടുപ്പിൽ ആധികാരിക വിജയം നേടിയ മഹായുതിയിൽ നിന്ന് ആര് മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയാകുമെന്നതാണ് ഇനി ആകാംക്ഷ ഉയർത്തുന്ന ചോദ്യം. ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി BJPയിൽ നിന്നും മുൻ മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസിന്റെ പേര് തന്നെയാണ് മുന്നിൽ. എന്നാൽ ഏക്നാഥ് ഷിൻഡെ സർക്കാരിനുള്ള തുടർ ഭരണമാണ് ജനങ്ങൾ നൽകിയത് എന്ന ശിവസേനയുടെ വാദവും ശക്തമാകും. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ആരുടെയും പേരുയർത്തിക്കാട്ടാതെയാണ് BJPയും ശിവസേനയും NCPയും നേതൃത്വം നൽകുന്ന മഹായുതി മത്സരിച്ചത്. ഇനി വേണം മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ. പൊതുന്യായമനുസരിച്ചാണെങ്കിൽ 235-ൽ 135 MLAമാരുള്ള BJPക്കാണ് മുഖ്യമന്ത്രി സ്ഥാനം കിട്ടേണ്ടത്. അങ്ങനെയെങ്കിൽ മുൻ മുഖ്യമന്ത്രിയും നിലവിലെ ഉപമുഖ്യമന്ത്രിയുമായ ദേവേന്ദ്ര ഫട്നാവിസിനാവും ആദ്യ പരിഗണന. കഴിഞ്ഞ തവണ ശിവസേന പിളർത്താനായി ഏക്നാഥ് ഷിൻഡെക്ക് വിട്ടുകൊടുത്ത മുഖ്യമന്ത്രി പദവി ഇക്കുറി നൽകാൻ BJP തയ്യാറാവില്ല. BJPയിൽ നിലവിൽ ഫട്നാവിസിന്റെ പേരിന് തന്നെയാണ് മുൻതൂക്കം. എന്നാൽ അപ്രതീക്ഷിത പേരുകൾ വരാനുള്ള സാധ്യതയും പൂർണ്ണമായും തള്ളാനാവില്ല. തർക്കമില്ലാതെ ഉടൻ തീരുമാനിക്കുമെന്നാണ് ഫട്നാവിസിന്റെ പ്രതികരണം. सारे MLAs को बुलाना पड़ता है, अपने अपने पार्टी का नेता चुनते हैं, उसके बाद ये प्रक्रिया होती है. आप बिल्कुल चिंता मत करिए, तीनों पार्टियां साथ में बैठकर और अठौली जी का भी मशवरा हम लेंगे और इसका निर्णय करेंगे. NCPയുടെ പിന്തുണയില്ലെങ്കിലും BJPയും ശിവസേനയും ചേർന്നാൽ കേവല ഭൂരിപക്ഷം മറികടക്കാമെന്നതിനാൽ അജിത് പവാർ മുഖ്യമന്ത്രി സ്ഥാനം അവകാശപ്പെടാൻ വഴിയില്ല. പക്ഷേ 57 MLAമാരുടെ പിന്തുണയുള്ള ഏക്നാഥ് ഷിൻഡെ മുഖ്യമന്ത്രി സ്ഥാനം അവകാശപ്പെടും. തുടർ ഭരണത്തിനുള്ള अंगीकारമെന്ന നിലയിൽ निश्चित कालतेकेങ്കിലും मुख्यमंत्री स्थान ചോദിച്ചേക്കും. विश्वासावर सगळ्या गोष्टी चालतात. तुम्ही काही सांगा आणि नंतर त्या हात वरती करा, अशा प्रकारचं काम आमच्याकडून झालं नाही आणि त्यामुळे आम्ही काम करणारे लोक आहोत, कार्यकर्ते आहोत आणि म्हणून आम्ही 24/7 काम केलं. जेव्हा जेव्हा शेतकरी अडचणीत आला तेव्हा तेव्हा त्याच्या मागे आम्ही उभं राहिलो. त्याला वाऱ्यावर आम्ही सोडलं नाही. BJPയിൽ നിന്ന് അപ്രതീക്ഷിത തീരുമാനമൊന്നും വന്നില്ലെങ്കിൽ ദേവേന്ദ്ര ഫട്നാവിസ് തന്നെ വീണ്ടും മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയാവും. MLAമാരുടെ കണക്കുകൾ നൽകുന്ന സൂചനയും അതാണ്. പൊളിറ്റിക്കൽ ഡെസ്ക്, ന്യൂസ് 18. എന്തായാലും മഹായുതിയെ സംബന്ധിച്ചിടത്തോളം ഇനി ആര് മുഖ്യമന്ത്രി അല്ലെങ്കിൽ ഉപമുഖ്യമന്ത്രിമാർ ആരൊക്കെ എന്നത് സംബന്ധിച്ച ചർച്ചകൾ ആണെങ്കിൽ അല്പസമയം മുമ്പ് എക്സിലൂടെയുള്ള പ്രതികരണത്തിൽ രാഹുൽ ഗാന്ധി വ്യക്തമാക്കിയത് മഹാരാഷ്ട്രയിലെ തോൽവിയെക്കുറിച്ച് പരിശോധിക്കും എന്നുള്ളതാണ്. കിരൺ, മഹാരാഷ്ട്രയിൽ വലിയ സാധ്യത മഹാവികാസ് അഘാഡി കണ്ടിരുന്നല്ലോ. പ്രത്യേകിച്ച് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ മഹായുതിക്കുണ്ടായ വലിയ തിരിച്ചടി, അതിൻ്റെ ഒരു തനിയാവർത്തനമുണ്ടാകും, അങ്ങനെ തങ്ങൾക്ക് അനുകൂലമാകും ജനവിധി എന്ന് മഹാവികാസ് അഘാഡി പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ ഒരു കൂട്ടായ്മയില്ലായ്മ അത് പ്രകടമായിരുന്നു. എന്താണ് യഥാർത്ഥത്തിൽ ഈ ഇന്ത്യ സഖ്യത്തിന് തിരിച്ചടിയായത്?
കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ ഒരു മികച്ച വിജയം തന്നെയാണ് മഹാവികാസ് അഘാടി പ്രതീക്ഷിച്ചിരുന്നത്. 48 ലോക്സഭാ സീറ്റുകളുള്ള മഹാരാഷ്ട്രയിൽ 30 സീറ്റുകളും വിജയിച്ചത് മഹാവികാസ് അഘാടിയായിരുന്നു. പിന്നീട് ഒരു സീറ്റ് കൂടി അവർക്ക് ഒപ്പം ചേരുകയും ചെയ്തു. പക്ഷേ മറുഭാഗത്ത് 17 സീറ്റുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. BJPയുടെ വലിയ ശക്തി കേന്ദ്രമായിട്ടും BJP ഒറ്റയ്ക്ക് കഴിഞ്ഞ തവണ 30 സീറ്റുകൾ നേടിയ ഒരു സംസ്ഥാനത്താണ് BJPയെ വല്ലാതെ ആ മുന്നണിയെ വല്ലാതെ തകർത്തുകൊണ്ട് കോൺഗ്രസും ശരത് പവാർ വിഭാഗവും ഉദ്ധവ് താക്കറെ വിഭാഗവും ചേരുന്ന മഹാവികാസ് അഘാടി വലിയ വിജയം നേടിയത്. അതിൻ്റെ ഒരു തുടർച്ച സ്വാഭാവികമായും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവും എന്നവർ പ്രതീക്ഷിച്ചിരുന്നു. അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ്. മുന്നണിക്കുള്ളിൽ അങ്ങനെ കാര്യമായ തരത്തിലുള്ള തർക്കങ്ങളോ പ്രശ്നങ്ങളോ സ്വാഭാവികമായി ഉണ്ടാവും. തർക്കങ്ങൾക്ക് അപ്പുറത്തേക്ക് അങ്ങനെ ഇവർ 3 പാർട്ടികളും തമ്മിൽ അങ്ങനെ ഒരു വലിയ തർക്കങ്ങൾ പരസ്യമാവുന്ന ഒരു അവസ്ഥയും ഒന്നും ഉണ്ടായിരുന്നില്ല. മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള മത്സരമോ അത്തരം കാര്യങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. സാമാന്യ രീതിയിൽ പറഞ്ഞാൽ പുറത്തു നോക്കുമ്പോൾ സാമാന്യം മെച്ചപ്പെട്ട രീതിയിൽ തന്നെയാണ് ആ മുന്നണി മുന്നോട്ട് പോയത്. പക്ഷേ ഇതിനെയൊക്കെ മറികടക്കുന്ന നീക്കമാണ് യഥാർത്ഥത്തിൽ മഹായുതി നടത്തിയത്, അല്ലെങ്കിൽ BJP നടത്തിയത്. അവിടെയാണ് ഏറ്റവും പ്രധാനം. കോൺഗ്രസ് എങ്ങനെയാണോ സാധാരണഗതിയിൽ ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് ആ മട്ടിൽ തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. കുറെ കൂടി ജാഗ്രത കാണിച്ചു വന്നതിനപ്പുറത്തേക്ക് ഹരിയാനയിൽ എങ്ങനെയാണോ കോൺഗ്രസിൻ്റെ കയ്യിലിരുന്നൊരു വിജയത്തെ BJP തട്ടിപ്പറിച്ചത് ആ മട്ടിൽ തന്നെയായിരുന്നു മഹാരാഷ്ട്രയിൽ നടപ്പാക്കിയത്. പരാജയം സംഭവിച്ചപ്പോൾ എവിടെയൊക്കെയാണ് പരാജയം സംഭവിച്ചത്? ഒരു പ്രധാനപ്പെട്ട മേഖല അവിടെ ആരുടെയൊക്കെ വോട്ട് ലഭിക്കുമെന്നുള്ളതാണ്. OBC വോട്ട് വലിയ തോതിലേക്ക് കഴിഞ്ഞ തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് ജാതി സെൻസസ് അടക്കമുള്ള വിഷയങ്ങൾ കോൺഗ്രസ് ഉയർത്തുകയും ആ OBC വിഭാഗത്തിൻ്റെ വലിയ തോതിലുള്ള വോട്ട് കോൺഗ്രസിന് അനുകൂലമായി അല്ലെങ്കിൽ കോൺഗ്രസ് മുന്നണിക്ക് അനുകൂലമായി പോവുകയും ചെയ്തു. ഇത് തിരിച്ചുപിടിക്കുക എന്നുള്ളതായിരുന്നു ആദ്യത്തെ BJPയുടെ ലക്ഷ്യം. മറാത്തകൾക്ക് പ്രത്യേക സംവരണം മറാത്ത വിഭാഗത്തിന് നൽകും എന്നൊരു വാദം ഉയർത്തിയപ്പോഴും അതോടൊപ്പം തന്നെ പിന്നാക്ക വിഭാഗത്തിൽപ്പെടുന്ന മുസ്ലിങ്ങൾക്ക് സംവരണം നൽകും എന്നൊരു വാദം അല്ലെങ്കിൽ അത്തരമൊരു വാഗ്ദാനം മഹായുതിയും കോൺഗ്രസും മുന്നോട്ട് വെക്കുമ്പോഴും ഈ കൃത്യം വാദത്തെ പിടിച്ചുകൊണ്ടാണ് BJPയുടെ നേതാക്കൾ പ്രത്യേകിച്ച് നരേന്ദ്രമോദിയും അതോടൊപ്പം തന്നെ അമിത്ഷായും പ്രചരണം നയിച്ചത്. മറാത്തകൾക്ക് പ്രത്യേകമായ അല്ലെങ്കിൽ മുസ്ലിം വിഭാഗത്തിന് പ്രത്യേകം സംവരണം നൽകിക്കഴിഞ്ഞാൽ ആരുടെ സംവരണമാണ് നഷ്ടപ്പെടുന്നത് എന്നുള്ള ചോദ്യമാണ് OBC വിഭാഗത്തിന്മേലും ദളിത് വിഭാഗത്തിന്മേലും ഉന്നയിച്ചത്. സ്വാഭാവികമായും OBC സംവരണത്തിലേക്ക് അട്ടിമറിക്കപ്പെടും എന്നുള്ളൊരു ആശങ്ക ശക്തമായി. സംവരണ വിഷയം അതിശക്തമായി തന്നെ എടുത്തു. അതോടൊപ്പം തന്നെ ഈ OBC വിഭാഗത്തെ സ്വന്തം പക്ഷത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയുള്ള ബോധപൂർവമായ അത്തരം നേതാക്കൾക്ക് കൂടുതൽ സീറ്റുകൾ നൽകുക അല്ലെങ്കിൽ അവരുമായി നേരത്തെ ചർച്ചകൾ നടത്തുക, ഇത്തരമൊരു നീക്കം അടിയിലൂടെ കൃത്യമായി തന്നെ BJP നടത്തി. പക്ഷേ ഇതിനെ പ്രതിരോധിക്കാൻ കഴിഞ്ഞ തവണ തങ്ങളെ പിന്തുണച്ച OBC വിഭാഗം ഇത്തവണയും പിന്തുണയ്ക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് നിന്നത്. മറ്റൊന്ന് കർഷകരുടെ രോഷമായിരുന്നു. കർഷകരുടെ രോഷം കഴിഞ്ഞ തവണ പ്രത്യേകിച്ച് ഉള്ളി കർഷകരുടേതായാലും കരിമ്പ് കർഷകരുടേതായാലും എല്ലാം ഈ കാർഷിക മേഖലയിലെല്ലാം കർഷകരുടെ വോട്ട് ബാങ്ക് നിർണായകമായ മേഖലയിലെല്ലാം തന്നെ BJPക്ക് തിരിച്ചടി നേരിട്ടിരുന്നു. ആ തിരിച്ചടിയെ മറികടക്കാനും BJP തന്ത്രപരമായ കാര്യങ്ങൾ ഒരു ചെറിയ ഉദാഹരണം നമ്മൾ പറഞ്ഞാൽ ഉള്ളി വില എന്ന് പറയുന്നത് ഒരു ചെറിയ ഉദാഹരണം മാത്രമാണ്. ഉള്ളി വില കൂടിയപ്പോൾ വിലക്കയറ്റം എന്നുള്ള ഒറ്റ ആംഗിളിൽ മാത്രമാണ് മഹാവികാസ് അഘാടി അതിനെ കണ്ടത്. പക്ഷേ മഹായുതി അങ്ങനെയല്ല. ഉള്ളി കർഷകർക്ക് കൂടുതൽ വില കിട്ടുന്ന ആംഗിളിലേക്ക് അതിനെ തിരിക്കാൻ, ഉള്ളി കർഷകരുടെ മേലേക്ക് തിരിക്കാനും അവസാന ഘട്ടത്തിൽ കേന്ദ്ര സർക്കാർ ഇടപെടലിലൂടെ വില കുറച്ച് വിലക്കയറ്റത്തിൻ്റെ ആഘാതം ഉണ്ടെങ്കിൽ അതിനെ പരിഹരിക്കാൻ കഴിഞ്ഞു. ഇത്തരം തന്ത്രപരമായ നീക്കങ്ങൾ അല്ലെങ്കിൽ വളരെ പ്രാക്ടിക്കലായി ഇങ്ങനെ നീങ്ങാം ആ മട്ടിലാണ് BJP ആയാലും ആ BJPക്കൊപ്പം നിന്ന് ശിവസേനയൊക്കെ അതിനൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. തന്ത്രങ്ങൾ നടപ്പാക്കിയത് BJP തന്നെയാണ് ഫട്നാവിസിന്റെ നേതൃത്വത്തിൽ. അത് ഫലപ്രദമായി നടപ്പാക്കാൻ കഴിഞ്ഞു. താഴെത്തട്ടിലേക്ക് RSSന്റെ സഹായം കൂടിയുള്ളതുകൊണ്ട് ഈ വലിയ വാഗ്ദാനങ്ങൾ കർഷകർക്ക് വലിയ വാഗ്ദാനങ്ങൾ ഒരു തരത്തിൽ നൽകിയാൽ മഹാവികാസ് അഘാടിയാണ് നൽകിയത്. പക്ഷേ അവർക്കൊപ്പം ഉള്ള വാഗ്ദാനങ്ങൾ നൽകി താഴെ എത്തിയ വാഗ്ദാനം മഹായുതിയുടെ വാഗ്ദാനങ്ങളാണ്. അത് മഹാവികാസ് അഘാടിയുടേതല്ല. എന്തായാലും കിരൺ സൂചിപ്പിച്ചതുപോലെ ഒട്ടേറെ ഘടകങ്ങൾ. മനു, ഇതിലിപ്പോൾ ഈ പറയുന്ന കാർഷിക മേഖലയാകട്ടെ, നേരത്തെ നമ്മൾ വിദർഭയൊക്കെ പറഞ്ഞതാണ്, പരുത്തി കർഷകരുടെയൊക്കെ പ്രശ്നങ്ങൾ എത്രയോ കാലങ്ങൾ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നതാണ് ആ പ്രദേശമൊക്കെ. കാർഷിക മേഖലയാകട്ടെ, സ്ത്രീകളുടെ ശക്തി കേന്ദ്രങ്ങളാകട്ടെ, അല്ലെങ്കിൽ ചില കോട്ടകൾ എന്ന് പറയാവുന്ന NCPകൾ നേരിട്ട് ഏറ്റുമുട്ടുന്ന, ശിവസേനകൾ നേരിട്ട് ഏറ്റുമുട്ടുന്ന ആ മേഖലയിലെ കണക്കുകൾ വളരെ പെട്ടെന്ന് എങ്ങനെ പ്രേക്ഷകരോട് പങ്കുവയ്ക്കാം? നമുക്ക് ഇപ്പോൾ ആദ്യം തന്നെ ഈ കിരൺ ബാബു സൂചിപ്പിച്ച ഈ OBC വോട്ടുകൾ എങ്ങനെ വന്നു എന്ന് നമുക്ക് പരിശോധിക്കും. കാരണം OBCകൾക്ക് ഏറ്റവും അധികം പ്രാധാന്യമുള്ള മണ്ഡലങ്ങൾ ആണ് ഇപ്പോൾ സ്ക്രീനിലുള്ളത്. 77 ഇടത്ത് കിരൺ സൂചിപ്പിച്ചതുപോലെ OBCകൾ NDAക്കൊപ്പം നിന്നിരിക്കുന്നു. ഇന്ത്യ മുന്നണിക്കൊപ്പം നിന്നത് 13 ഇടത്തിൽ ആണ്. ഇനി മറ്റൊരു പ്രധാന കാര്യം നമ്മൾ നോക്കുമ്പോൾ കൂടുതൽ ന്യൂനപക്ഷങ്ങൾ ഉള്ള മണ്ഡലങ്ങളിൽ എന്ത് സംഭവിച്ചു എന്ന് നോക്കൂ. ന്യൂനപക്ഷങ്ങളുള്ള മണ്ഡലങ്ങളിൽ BJPക്ക് ആധിപത്യം കിട്ടിയിരിക്കുന്നു 22 ഇടത്ത്, അല്ലെങ്കിൽ NDAക്ക് ആധിപത്യം കിട്ടിയിരിക്കുന്നു. ഇന്ത്യ മുന്നണിക്ക് ന്യൂനപക്ഷങ്ങളെയും അത്ര കണ്ട് 15 ഇടത്തേ ഉള്ളൂ, അത്ര കണ്ട് സ്വാധീനിക്കാൻ കഴിഞ്ഞില്ല എന്നതാണ് ഒരു പ്രധാന ഘടകം. ഇനി NCPകൾ തമ്മിലുള്ള ഒരു പോരാട്ടം നടന്നെടുത്ത് എന്ത് സംഭവിച്ചു എന്ന് നോക്കൂ. NCPകൾ തമ്മിൽ പോരാടിയപ്പോൾ 28 ഇടത്താണ് NDA ജയിച്ചത്. അതേസമയം ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗമായുള്ള NCPക്ക് 7 ഇടത്ത് മാത്രമേ ജയിക്കാൻ കഴിഞ്ഞുള്ളൂ. 2 ഇടത്ത് മറ്റുള്ളവർ ജയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇനി ഇതിൽ നമ്മൾ നോക്കേണ്ടത് ഈ ട്രൈബൽ സീറ്റ്സിൽ
എന്ത് സംഭവിച്ചു എന്നതാണ്. ട്രൈബൽ സീറ്റ്സിൽ എല്ലാം NDAക്ക് വലിയ മേൽക്കൈ കിട്ടുന്ന സാധനം. 22 ഇടത്താണ് അവർ ജയിച്ചിരിക്കുന്നത്. 3 ഇടത്താണ് ഇന്ത്യ സഖ്യത്തിന് ജയിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇനി ഈ ശിവസേനകൾ തമ്മിലുള്ള പോരാട്ടം നടന്ന ഇടത്തിന് ചിത്രം കൂടി നോക്കുമ്പോൾ വ്യക്തമാകും. 36 ഇടത്ത് ഷിൻഡെ വിഭാഗത്തിന് ആണ് മേൽക്കൈ. 15 ഇടത്ത് മാത്രമേ ഇന്ത്യ സഖ്യത്തിനൊപ്പം നിന്ന ഉദ്ധവ് താക്കറേക്ക് മേൽക്കൈയുള്ളൂ. അപ്പോൾ എല്ലാ ഘട്ടങ്ങളും നോക്കി. ഇനി കൃഷിയുടെ ഒരു കാര്യം കൂടി കിരൺ ബാബു സൂചിപ്പിച്ചു. ആ കാർഷിക മേഖല കൂടി നമ്മൾ നോക്കുകയാണെങ്കിൽ 50 ഇടങ്ങളിൽ ആണ് BJPക്ക് NDAക്ക് അതിൽ കൂടുതലും BJP ആണ് NDAക്ക് മേൽക്കൈ കിട്ടിയിട്ടുള്ളത്. അതേസമയം ഇന്ത്യ സഖ്യത്തിന് 7 ഇടത്ത് മാത്രമേ മേൽക്കൈ. അപ്പോൾ കർഷകർ, OBC എല്ലാവരും കൈവിട്ട്. ഇനി ഒരു ഘടകം കൂടി അതിൽ നോക്കാനുള്ളത് ഒരു പക്ഷേ സ്ത്രീകളുടെ ഒരു കാര്യമായിരിക്കാം. തീർച്ചയായും. പ്രത്യേകിച്ച് അവർക്ക് ഈ പറയുന്നത് പോലെ 1500 രൂപ അവരുടെ അക്കൗണ്ടിലേക്കൊക്കെ എത്തുന്ന തരത്തിലുള്ള പദ്ധതികളടക്കമുണ്ടായിരുന്നല്ലോ മനു. സ്ത്രീകൾക്ക് നിർണായക സ്വാധീനമുള്ള മണ്ഡലങ്ങൾ നോക്കൂ. 31 BJP മുന്നിട്ട് നിൽക്കുന്നു. 11 ഇന്ത്യ സഖ്യം മുന്നിട്ട് നിൽക്കുന്നത്. ഇതാണ് എല്ലാ ഘടകങ്ങളും BJPക്കും ഇന്ത്യ സഖ്യത്തിനെതിരായി BJPക്കൊപ്പവും. അതുപോലെ ഇവിടെ മഹാരാഷ്ട്രയിൽ അത് മഹായുതിക്ക് അനുകൂലമായി നിന്നു എന്നതാണ് ഈ മൊത്തം ചിത്രം വ്യക്തമാണ്. ഇതാണ് മഹാരാഷ്ട്രയിലെ ഓരോ സെക്ടറുകൾ, ഫാക്ടുകൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കുന്നത്. അതിൽ തന്നെ നമ്മൾ മനുഭരത്ത് സൂചിപ്പിച്ചു കഴിഞ്ഞു. അതായത് NCPയും തമ്മിൽ നടന്ന പോരാട്ടം, ശിവസേനയും നടന്ന പോരാട്ടം. യഥാർത്ഥത്തിൽ പാർട്ടിയുടെ പേരും ചിഹ്നവും കൊടിയും കിട്ടിയ പാർട്ടികൾ തന്നെയാണ് യഥാർത്ഥ ശിവസേനയെന്നും NCP എന്നും തെളിയിക്കുന്നതായിരുന്നു മഹാരാഷ്ട്രയിലെ ഫലം. ശിവസേനയും NCPയും പിളർന്ന ശേഷം നടക്കുന്ന ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏക്നാഥ് ഷിൻഡെയും അജിത് പവാറും കരുത്ത് തെളിയിച്ചു. മഹാരാഷ്ട്രയിൽ നിലനിൽപ്പിനുള്ള പോര് BJPയും കോൺഗ്രസും തമ്മിലായിരുന്നില്ല. ശിവസേനയിലെയും NCPയിലെയും ഇരുവിഭാഗങ്ങൾ തമ്മിലായിരുന്നു. സ്വന്തം പാർട്ടിയുടെ പേരും കൊടിയും ചിഹ്നവും നഷ്ടപ്പെട്ട ഉദ്ധവ് താക്കറേക്കും ശരത് പവാറിനും ഇക്കുറി കരുത്തും നഷ്ടമായി. ശിവസേന തലവനായിരുന്ന ഉദ്ധവ് താക്കറെയെ വിട്ടാണ് ഭൂരിപക്ഷം MLAമാരുമായി ഏക്നാഥ് ഷിൻഡെ BJP പാളയത്തിലേക്ക് ചാടിയത്. അതോടെ പിളർന്ന പാർട്ടിയിൽ ഭൂരിപക്ഷം ജനപ്രതിനിധികളുടെ ബലത്തിൽ ഷിൻഡെ വിഭാഗത്തിനാണ് ശിവസേനയുടെ അവകാശവും കിട്ടിയത്. അച്ഛൻ ബാൽ താക്കറെ രൂപീകരിച്ച പാർട്ടി നഷ്ടമായ ഉദ്ധവിന് ശിവസേനയുടെ പേരിനൊപ്പം ബ്രാക്കറ്റ് ചേർത്ത് പാർട്ടി രൂപീകരിക്കേണ്ടി വന്നു. ശിവസേന ഉദ്ധവ് ബാലാസാഹിബ് താക്കറെ. മഹാവികാസ് അഘാഡിയിൽ നിന്ന് 95 സീറ്റ് കിട്ടിയെങ്കിലും 20 ഇടത്ത് മാത്രമാണ് വിജയിക്കാനായത്. മറുപക്ഷത്ത് മഹായുതിയിൽ നിന്നും 81 സീറ്റ് കിട്ടിയ ഷിൻഡെ 57 ഇടത്തും വിജയിച്ചു. ലോക്സഭാ പോരിൽ 2 സീറ്റിന് മുന്നിൽ നിന്ന ഉദ്ധവ് വിഭാഗമാണ് നിയമസഭാ മത്സരത്തിൽ ദയനീയമായി പരാജയപ്പെട്ടത്. ഇരുവിഭാഗവും നേരിട്ട് മത്സരിച്ച 53 സീറ്റിൽ മഹാഭൂരിപക്ഷവും ഷിൻഡെ വിഭാഗം ഉറപ്പിക്കുകയും ചെയ്തു. ഒപ്പം നിന്ന MLAമാരും താൻ രൂപീകരിച്ച പാർട്ടിയുമായി കടന്ന അനന്തിരവൻ അജിത് പവാറിനാണ് ശരത് പവാറിനേക്കാൾ പവർ എന്ന് തെളിയിക്കുന്നതാണ് തെരഞ്ഞെടുപ്പ് ഫലം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 8 MPമാരെ സ്വന്തമാക്കി ശരത് പവാർ കരുത്ത് തെളിയിച്ചുവെങ്കിൽ ഇപ്പോൾ ശരത് പവാർ വിഭാഗത്തെ പാടെ തകർത്തുകൊണ്ടാണ് അജിത് പവാറിൻ്റെ വിജയം. ലോക്സഭയിൽ ഒറ്റ MPയിൽ ഒതുങ്ങേണ്ടി വന്ന അജിത് പവാർ ഇക്കുറി മത്സരിച്ച 59-ൽ 41 വിജയിച്ചു കയറി. ഇരുകൂട്ടരും ഏറ്റുമുട്ടിയ 39-ൽ 30 വിജയിച്ചു. ബാരാമതിയിലടക്കം അജിത് പവാർ പവർ കാട്ടി. ഏക്നാഥ് ഷിൻഡെയും അജിത് പവാറും കരുത്ത് തെളിയിക്കുകയും ഭരണത്തിന്റെ ഭാഗമായി മാറുകയും ചെയ്യുന്നതോടെ മറുചേരിയിൽ നിന്ന് കൂടുതൽ നേതാക്കൾ കൂറുമാറാനുള്ള സാധ്യതയുമുണ്ട്. ശരത് പവാറിനും ഉദ്ധവ് താക്കറേക്കും നഷ്ടപ്പെട്ടുപോയ സ്വന്തം പാർട്ടി തിരിച്ചുപിടിക്കുക എന്നതിനേക്കാൾ വലിയ വെല്ലുവിളിയാകും ഈ ചോർച്ച തടയൽ. പൊളിറ്റിക്കൽ ഡെസ്ക്, ന്യൂസ് 18.
യെസ്, എന്തായാലും അതാണ് 5 വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലൊരു തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിന് ശേഷം മഹാരാഷ്ട്ര കണ്ടത് രാഷ്ട്രീയ നാടകങ്ങൾ തന്നെയായിരുന്നു. ഏറ്റവും ഒടുവിലെ ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് തൊട്ടു മുമ്പ് പോലും. എന്തായാലും നമുക്കിനി ജാർഖണ്ഡിലേക്ക് പോകുമ്പോൾ അവിടെ ഇന്ത്യ സഖ്യത്തിന് ആശ്വസിക്കാൻ ഇടമുണ്ട്. കാരണം ആധികാരികമായ വിജയമാണ് ഇന്ത്യ മുന്നണി ജാർഖണ്ഡിൽ നേടിയത്. 81 അംഗ നിയമസഭയിൽ 55 സീറ്റുകൾ നേടാൻ സഖ്യത്തിന് സാധിച്ചു. JMM 33 സീറ്റുകളും കോൺഗ്രസ് 16 സീറ്റുകളും കരസ്ഥമാക്കിയപ്പോൾ NDA സഖ്യത്തിന് 25 സീറ്റുകളെ നേടാൻ സാധിച്ചുള്ളൂ. എക്സിറ്റ് പോൾ ഫലങ്ങളിൽ അമിതമായി അഭിരമിക്കരുതെന്ന പാഠം BJP ഇത്തവണ പഠിച്ചത് ജാർഖണ്ഡിൽ നിന്നാണ്. ആത്മവിശ്വാസത്തോടെ പ്രചാരണത്തിനിറങ്ങിയ BJPയുടെ നേതൃത്വത്തിലുള്ള NDAക്ക് പ്രതീക്ഷിച്ച പ്രകടനം കാഴ്ചവെക്കാനായില്ല. തന്ത്രങ്ങൾ പാളി, പ്രചാരണ വിഷയങ്ങൾ ഏറ്റില്ല. ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റവും അഴിമതിയും ഊന്നിപ്പറഞ്ഞ BJPയുടെ ക്യാമ്പയിൻ വോട്ടർമാർക്കിടയിൽ സ്വാധീനം ചെലുത്തിയില്ല. ഗോത്രവിഭാഗം NDA വാഗ്ദാനങ്ങൾ ചെവികൊണ്ടില്ല എന്നും വ്യക്തം. സന്താൽ പർഗാന മേഖലയിൽ BJPയുടെ വാദങ്ങൾ വിലപ്പോയില്ല. ചെറുകിട കർഷകർക്ക് BJP നയം ആകർഷണീയമായില്ല. ഹേമന്ത് സോറൻ സർക്കാരിന്റെ പ്രവർത്തനങ്ങൾക്കുള്ള ജനപിന്തുണ കൂടിയാണ് തുടർ ഭരണം. വൻ വികസന സ്വപ്നങ്ങളെക്കാൾ റേഷൻ സംവിധാനം യാഥാർത്ഥ്യമാക്കുന്ന കാര്യക്ഷമതയ്ക്കാണ് ഗ്രാമീണ മേഖലയിലെ വോട്ടർമാർ പ്രാധാന്യം നൽകുന്നത് എന്നുകൂടി തെളിയിച്ചു ജാർഖണ്ഡിലെ തെരഞ്ഞെടുപ്പ്. JMMന്റെ ഗോത്ര കേന്ദ്രീകൃതമായ ആഹ്വാനങ്ങൾ ജനം ഏറ്റെടുത്തു. നിയമ നടപടികൾ നേരിട്ട് ജയിലിലായ ഹേമന്ത് സോറനുള്ള പൊതു പിന്തുണയും ശക്തമായി തെരഞ്ഞെടുപ്പിൽ പ്രതിധ്വനിച്ചു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷം ജാർഖണ്ഡ് മുക്തി മോർച്ച സ്വന്തം നിലയ്ക്ക് എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തുവിട്ടിരുന്നു. 59 സീറ്റുകളിൽ ജയിക്കുമെന്ന പാർട്ടിയുടെ വിലയിരുത്തൽ ഏറെക്കുറെ ശരിയായി. 49-കാരൻ ഹേമന്ത് സോറൻ 2ാം തവണയും ജാർഖണ്ഡ് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ അത് BJP കേന്ദ്ര നേതൃത്വത്തിന്റെ മുഖത്ത് ലഭിക്കുന്ന കനത്ത പ്രഹരം കൂടിയാകും. ഇലക്ഷൻ ഡെസ്ക്, ന്യൂസ് 18. മനു ഭരത്താണ് ചേരുന്നത്. മനു, എന്തായാലും ഏതാണ്ട് 2.5 പതിറ്റാണ്ട് നീണ്ട ഒരു ചരിത്രത്തെ തിരുത്തി എഴുതുകയാണ് ഇവിടെ ഇന്ത്യ സഖ്യം ചെയ്തത്. ഈ അഴിമതി കേസുകളുമൊക്കെയായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിക്ക് രാജിവെക്കേണ്ടി വന്നു, പകരം ചുമതല നൽകുന്നു, പിന്നീട് തിരികെ വരുന്നു. അങ്ങനെ ഇത്തവണ ഒരു തിരിച്ചടി ഉണ്ടാകും ഇന്ത്യ സഖ്യത്തിന് എന്ന് പ്രതീക്ഷിച്ചിരുന്നു. പ്രത്യേകിച്ച് ഈ അതിർത്തിയിലെ കടന്നുകയറ്റമൊക്കെ കൂടുതൽ സജീവ ചർച്ചയാക്കിയ അമിത്ഷാ ദിവസങ്ങളോളമൊക്കെ പ്രചാരണത്തിനുമൊക്കെ നേതൃത്വം നൽകിയിട്ടും ഇവിടെ ഫലം തിരിച്ചായി. എന്താണ് അതിന് കാരണം? എന്താണ് ഈ JMMന്റെ വിജയത്തുടർച്ചയ്ക്ക് അടിത്തറ പാകുന്നത്? JMM 7 പ്രധാന ഘടകങ്ങളാണ് JMMന്റെ വിജയത്തിലേക്ക് കലാശിച്ചത് എന്നാണ് ഒരു പൊതു നിരീക്ഷണത്തിൽ നിന്ന് വ്യക്തമാകുന്നത്. അത് ആദ്യത്തേത് ഈ സോറൻ്റെ അറസ്റ്റാണ്. ഹേമന്ത് സോറനെ അറസ്റ്റ് ചെയ്തു എന്നത് ഒരു ആദിവാസി അഭിമാന പ്രശ്നമായി ജാർഖണ്ഡ് കണ്ടു എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. കാരണം ഒരു അനധികൃതമായ ഒരു പീഡനം ഏൽക്കേണ്ടി വന്നു ഹേമന്ത് സോറന് എന്നും അദ്ദേഹത്തെ ജയിലിലടച്ചത് ഒരു നിയമം ഉപയോഗിച്ചുള്ള ഒരു ശക്തി ഉപയോഗിച്ചുള്ള ഒരു കളിയാണ് എന്ന പൊതുധാരണ ജനങ്ങൾക്ക് ഇടയിലുണ്ടായി. അത് സഹതാപതരമായി ആഞ്ഞടിക്കുകയും ചെയ്തു. രണ്ടാമത്തെ ഒരു പ്രധാന കാരണം അത് BJP ആ ഘട്ടത്തിൽ തന്നെ പരാതിപ്പെട്ടിരുന്നു. തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപാണ് ഈ സ്ത്രീകളുടെ അക്കൗണ്ടുകളിലേക്ക് നേരിട്ട് ഫണ്ട് വരുന്നത്. അതായത് മയ്യ സമ്മാൻ യോജന എന്ന പദ്ധതിയുടെ ഭാഗമായി ആളുകൾക്ക്, സ്ത്രീകൾക്ക് ലഭിക്കേണ്ട തുക, അത് 2 മാസത്തെ തുക ഒരുമിച്ച് അവിടെ 1000 രൂപ വെച്ച് 2 മാസത്തേക്ക് അവരുടെ അക്കൗണ്ടുകളിൽ വരികയാണ്. അത് 21 മുതൽ 50 വയസ്സ് വരെയുള്ള സ്ത്രീകളുടെ അക്കൗണ്ടിലേക്കാണ് ഈ പണം വരുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ അത് ഒരു പ്രധാന ഘടകമാകുന്നു. മാത്രവുമല്ല അത് വർദ്ധിപ്പിക്കും, 2100 രൂപ എന്ന തരത്തിൽ എല്ലാ സ്ത്രീകൾക്കും നൽകും എന്ന ഒരു പ്രഖ്യാപനം കൂടി ജാർഖണ്ഡിൽ JMM നടത്തുകയാണ്. മറ്റതൊന്ന് ഈ പെൻഷൻ സ്കീം വർദ്ധിപ്പിക്കും എന്നതാണ്. അപ്പോൾ 200 മുതൽ 500 വരെ ഉണ്ടായിരുന്ന പെൻഷൻ സ്കീം, അതായത് പ്രത്യേകിച്ച് വയസ്സായവർക്ക്, അതുപോലെ വിധവകൾക്ക്, അതുപോലെ ശാരീരിക പ്രശ്നങ്ങൾ നേരിടുന്ന അല്ലെങ്കിൽ ഭിന്ന ശേഷിയൊക്കെയുള്ള ആളുകൾക്ക് നേരിടുന്ന പെൻഷൻ അത് 1000 രൂപയായി വർദ്ധിപ്പിക്കും എന്നൊരു പ്രഖ്യാപനം വന്നു. മറ്റൊന്ന്, ജാർഖണ്ഡിൽ ഒരു വലിയ വിഭാഗം ആളുകൾക്ക് വൈദ്യുതി സംബന്ധമായ പ്രശ്നങ്ങളുണ്ടായിരുന്നു. വൈദ്യുതി സംബന്ധമായ എല്ലാ കേസുകളും റദ്ദ് ചെയ്യും എന്ന് ഹേമന്ത് സോറൻ വ്യക്തമാക്കി. വൈദ്യുതി സൗജന്യമായി ചെറിയ ഉപഭോക്താക്കൾക്ക് നൽകുന്നതിൻ്റെ 200 യൂണിറ്റ് വരെ ഫ്രീ നൽകും എന്ന ഒരു പ്രഖ്യാപനം വലിയ തോതിൽ അവിടെ ഒപ്പം തന്നെ ഈ പ്രധാനമന്ത്രി ആവാസ് യോജന അവിടെ മറ്റൊരു തരത്തിൽ ഉപയോഗിച്ച് അത് സർക്കാരിന് ഒരു നേട്ടമാക്കാൻ JMMന് കഴിഞ്ഞു. മറ്റൊരു ഏറ്റവും
ഏറ്റവും പ്രധാനമായ ഒരു ഘടകം BJP-യെ NDA അവിടെ മുന്നിൽ നിന്ന് നയിക്കാൻ ഒരാളുണ്ടായിരുന്നില്ല. JMM-ന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഹേമന്ത് സോറനാണെന്ന് പറയുമ്പോൾ നിങ്ങളുടേതാര് എന്ന ചോദ്യത്തിന് BJP-ക്ക് അവിടെ ഉത്തരമുണ്ടായിരുന്നില്ല. ബാബുലാൽ മറാണ്ടി ഉണ്ടായിരുന്നു. ചമ്പൈ സോറനാകട്ടെ നാളിതുവരെ JMM-ന്റെ ഭാഗത്ത് നിന്ന് മറുകണ്ഠം ചാടിയ ഒരു നേതാവുമാണ്. അപ്പോൾ BJP-ക്ക് ഒരു മുന്നിൽ നിന്ന് നയിക്കാൻ ഒരു ആളില്ല എന്നത് അവിടെ ഒരു പ്രധാന വിഷയമായി. നോൺ ജാർഖണ്ഡ് ലീഡേഴ്സിൻ്റെ അതിപ്രസരം മാത്രമാണ് ജാർഖണ്ഡിൽ നമ്മൾ കണ്ടത്. അത് പ്രധാനമന്ത്രിയാകാം, ആഭ്യന്തരമന്ത്രിയാകാം, JP നദ്ദയാകാം, ശിവരാജ് സിംഗ് ചൗഹാനാകാം, ഹിമന്ത ബിശ്വാസ് ആകാം, അല്ലെങ്കിൽ യോഗി ആദിത്യനാഥ് ആകാം. പക്ഷേ അവിടെയുള്ള ആളുകൾക്ക് പ്രചരണത്തെ മുന്നിൽ നിന്ന് നയിക്കാൻ കഴിഞ്ഞില്ല. അതേസമയം മറുപക്ഷത്ത് അവിടെ ഉള്ള ഹേമന്ത് സോറന്, കൽപ്പന സോറന് മുന്നിൽ നിന്ന് നയിക്കാൻ കഴിഞ്ഞു. സീതാ സോറനും ചമ്പൈ സോറനും ഇങ്ങോട്ട് വന്നെങ്കിലും അത് വലിയൊരു നേട്ടമായില്ല. സീതാ സോറൻ തോറ്റു. ചമ്പൈ സോറൻ തൻ്റെ രാഷ്ട്രീയത്തിൽ ഒരു മികച്ച വ്യക്തിത്വമാണ് എന്ന് തെളിയിക്കാൻ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ജയിച്ചു. ബാബുലാൽ മറാണ്ടിയും തനിക്ക് എതിരാളികളില്ല എന്ന് വ്യക്തമാക്കി. പക്ഷേ അതിനപ്പുറത്തേക്ക് ഒരു ജാർഖണ്ഡിൻ്റെ ഒരു അഭിമാന പ്രശ്നമായി വരുന്ന അവിടുത്തെ ഒരു നേതാവിന് മുന്നിൽ നിന്ന് ഈ BJP-യെ നയിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. പിന്നെ BJP അവിടേക്ക് പറഞ്ഞത് ഈ നുഴഞ്ഞുകയറ്റക്കാരുടെ പ്രശ്നങ്ങളാണ്. അത് വേണ്ട തരത്തിൽ അവിടെ പറഞ്ഞു ഫലിപ്പിക്കാൻ BJP-ക്ക് കഴിഞ്ഞുമില്ല. അങ്ങനെ നുഴഞ്ഞുകയറ്റക്കാരെ ഒരു വലിയ വിഷയമാക്കിയപ്പോൾ അത് ജനം ഏറ്റെടുത്തുമില്ല. തീർച്ചയായും അതാണ് കിരൺ. അതായത് ഈ വനവാസി മേഖലകളിൽ ഉൾപ്പെടെ കൃത്യമായ ഒരു മേൽക്കൈ നേടാൻ ഇത്തവണയും JMM-ന് സാധിച്ചു. ഇന്നിപ്പോൾ ഈ വോട്ടെണ്ണൽ ആരംഭിച്ചപ്പോൾ ഒരു ഘട്ടത്തിലൊക്കെ BJP വലിയ തോതിൽ മുന്നേറുന്നു എന്ന് പ്രതീക്ഷിച്ചതാണ്. എന്നാൽ പിന്നീട് കൃത്യമായ ഒരു ലീഡിലേക്ക് ഇന്ത്യ സഖ്യം എത്തുന്നു. അതിനുശേഷം അതിൻ്റെ ഒരു തുടർച്ച തന്നെയാണ് കണ്ടത്. ഏതൊക്കെ സെക്ടറുകളിൽ എത്രത്തോളം ആധികാരികമായ ജയം ആണ് യഥാർത്ഥത്തിൽ ഇന്ത്യ സഖ്യം നേടിയത്? അഭിലാഷ, മനു പറഞ്ഞതിൻ്റെ തുടർച്ചയായി തന്നെ എന്ന് പറയേണ്ടി വരും. ഹേമന്ത് സോറനെതിരെയുള്ള ഒരു അറസ്റ്റ് ഉണ്ടായപ്പോൾ സ്വാഭാവികമായും ആ ഒരു ആദിവാസി ഗോത്ര വിഭാഗത്തിൻ്റെ അഭിമാന പ്രശ്നമായിട്ടാണ് അവർ കണ്ടത്. ആദിവാസി ഗോത്ര വിഭാഗ മേഖലയിൽ നിന്ന് വലിയ പിന്തുണയാണ് JMM-നുണ്ടായത്. ഈ ആദിവാസികളുടെ വോട്ട് ഭിന്നിപ്പിക്കാൻ വേണ്ടി നുഴഞ്ഞുകയറ്റക്കാർ വരുന്നുണ്ട്. അവർ ആദിവാസികളുടെ ജീവിത രീതിയാകെ തകർക്കുന്നുണ്ട്. അല്ലെങ്കിൽ ബംഗ്ലാദേശിൽ നിന്നുള്ള നുഴഞ്ഞുകയറ്റക്കാരെടുത്ത് ആ വിഷയം ആവർത്തിച്ച് ഉന്നയിച്ചിരുന്നു. പ്രധാനമന്ത്രിയും അമിത്ഷായും അടക്കമുള്ള നേതാക്കൾ, പ്രത്യേകിച്ച് അവിടെ എത്തിയ ദേശീയ നേതാക്കളെല്ലാം തന്നെ അത്തരം വിഷയങ്ങളാണ് ഉന്നയിച്ചത്. പക്ഷേ അതിനെല്ലാം മറികടന്നുകൊണ്ട് ആദിവാസി മേഖലകൾ, അത് നമുക്ക് പ്രധാനമായും ആ മേഖലകൾ തിരിച്ചു നോക്കിയാൽ ഇത് ആകെ ഉള്ള ചിത്രമാണ്. 81-ൽ ഇന്ത്യ മുന്നണിക്ക് 56 സീറ്റ് വരെ എത്തിയിരിക്കുന്നു. ഇപ്പോൾ ഏറ്റവും പുതിയ കണക്കാണ്. ചെറിയ 55 നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നത്. അപ്പോൾ 56 എത്തിയിരിക്കുന്നു. NDA-ക്ക് 24 സീറ്റുകൾ മാത്രമാണുള്ളത്. അതിൻ്റെ ഒരു വിശദാംശങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ ഇന്ത്യ മുന്നണിയിൽ JMM 34 സീറ്റ് നേടിയിരിക്കുന്നു. അവിടെ 81-ൽ 41 സീറ്റാണ് കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത്. അതിന് 34, കഴിഞ്ഞ തവണത്തേക്കാൾ മെച്ചപ്പെട്ട ഭൂരിപക്ഷത്തിലേക്ക് JMM എത്തുന്നു. കോൺഗ്രസ് 16 സീറ്റ് ജയിക്കുന്നു. RJD 5 സീറ്റിലാണ് മത്സരിച്ചത്. അതിൽ 4 സീറ്റിലും RJD ജയിച്ചു എന്നുള്ളതാണ്. CPIM-ലും 2 സീറ്റിൽ ജയിച്ചിരിക്കുന്നു. ഇതാണ് ഇന്ത്യ മുന്നണിയുടെ അവസ്ഥ. മറുഭാഗത്ത് NDA-യുടെ ഒരു അവസ്ഥ പരിശോധിച്ചു കഴിഞ്ഞാൽ ആകെ നോക്കുമ്പോൾ NDA-യുടെ ഒരു അവസ്ഥയിലേക്ക് ഒരിക്കൽ കൂടി വരാം, ക്ഷമിക്കണം. NDA-യിലെ അംഗങ്ങളുടെ ആകെ കൂടി എടുത്തു കഴിഞ്ഞാൽ BJP അല്ലാതെ അതിനപ്പുറത്തേക്ക് മറ്റു പാർട്ടികൾക്കെല്ലാം തന്നെ JDU-വിന് 1 സീറ്റ്, രാംവിലാസ് പാസ്വാന്റെ LJP-ക്ക് 1 സീറ്റ്, ഓൾ ജാർഖണ്ഡ് സ്റ്റുഡൻസ് യൂണിയൻ 1 സീറ്റ്. ഇതാണ് അവസ്ഥ. നമുക്ക് എങ്ങനെയാണ് ജാർഖണ്ഡിലെ ജനങ്ങൾ ചിന്തിച്ചത് എന്ന് ചിന്തിച്ചാൽ ആദ്യം ഈ ജാർഖണ്ഡിലെ സന്താൾ മേഖല, സന്താർ പർഗാനാസ് എന്ന് പറയുന്നത് പ്രധാനമായും ഗോത്ര വിഭാഗങ്ങൾക്ക് വലിയ രീതിയിൽ സ്വാധീനമുള്ള ഒരു മേഖലയാണ്. ഈ മേഖലയിൽ ഉണ്ടായിരുന്ന 18 സീറ്റുകളിൽ 16 സീറ്റുകളും ഇന്ത്യ മുന്നണിക്കാണ് ജയിച്ചത്. അത് JMM-ന്റെ ശക്തി കേന്ദ്രങ്ങളാണ്. ആദിവാസി വിഭാഗങ്ങളാകെ BJP-യുടെ പ്രചരണങ്ങളെല്ലാം തള്ളിക്കൊണ്ട് തന്നെ അവരുടെ നേതാവ് എന്ന് പറയുന്നത് ഷിബു സോറന്റെ മകൻ കൂടിയായ, അല്ലെങ്കിൽ ഷിബു സോറൻ ജാർഖണ്ഡ് രൂപീകരണത്തിലൊക്കെ പ്രധാനപ്പെട്ട പങ്കുവഹിച്ച, പലതരത്തിൽ അഴിമതി കേസിലൊക്കെ പെട്ടിട്ടുള്ള ആളാണെങ്കിൽ പോലും ആ തരത്തിലൊരു വീരപുരുഷനൊക്കെ ഒരു പ്രതിച്ഛായുള്ള നേതാവ് കൂടിയാണ് അദ്ദേഹത്തിൻ്റെ മകൻ ഹേമന്ത് സോറൻ. ആ ഹേമന്ത് സോറനെ അവരുടെ നേതാവായി കാണുകയും അവർക്ക് വലിയ പിന്തുണയാണ് നൽകിയത്. കഴിഞ്ഞ തവണ BJP-ക്ക് ഈ മേഖലയിൽ ലഭിച്ച സീറ്റിനേക്കാൾ 2 സീറ്റ് കുറയുമ്പോൾ അവിടെ ആ മേഖലയിലേക്ക്, സന്താൾ മേഖലയിലേക്ക് JMM-ന്റെ സീറ്റ് 3 സീറ്റ് വർദ്ധിക്കുകയാണ്. മറ്റ് പ്രധാനപ്പെട്ട മേഖലകൾ കൂടി പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് നോർത്ത് ജാർഖണ്ഡ് കൂടി പരിശോധിച്ചു കഴിഞ്ഞാൽ നോർത്ത് ജാർഖണ്ഡിലെ ചിത്രം ഇതാണ്.
നോർത്ത് ജാർഖണ്ഡിലാണ് എൻ ഡി എ സംബന്ധിച്ച് ഒരു അല്പമെങ്കിലും ഒരു മെച്ചപ്പെട്ട പ്രകടനമുള്ളത്. 16 സീറ്റുകൾ നേടാൻ നേടി. ഇന്ത്യ മുന്നണിക്ക് 12 സീറ്റുകളാണ്. അവിടെ എൻ ഡി എ 3 സീറ്റുകൾ ഒറീസയുമായിട്ടൊക്കെ അതിർത്തി പങ്കിടുന്ന സ്ഥലം കൂടിയാണിത്. അവിടെ 3 സീറ്റുകൾ അധികമായി നേടാൻ എൻ ഡി എക്ക് കഴിഞ്ഞിട്ടുണ്ട്. അവിടെ നേട്ടം എൻ ഡി എക്കാണെന്ന് പറയാം. ഇന്ത്യ മുന്നണിക്ക് 2 സീറ്റ് കുറയുകയാണ്. അവിടെയും പക്ഷേ കാര്യമായ ഒരു കുറവ് അവിടെയും JMM കോൺഗ്രസ് സഖ്യത്തിന് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട മേഖല പരിശോധിച്ചു കഴിഞ്ഞാൽ അത് സൗത്ത് ജാർഖണ്ഡാണ്. തെക്കൻ മേഖലയാണ്. പ്രധാനമായും തെക്കൻ മേഖലയിലേക്ക് വരുമ്പോൾ തെക്കൻ മേഖലയിൽ പ്രധാനമായും ഇന്ത്യ മുന്നണിക്ക് തന്നെയാണ് വ്യക്തമായ മേൽക്കൈ ഉള്ളത്. ഇന്ത്യ മുന്നണിക്ക് തെക്കൻ മേഖലയിലും ആധിപത്യം പുലർത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഇതാണ് തെക്കൻ മേഖലയുടെ ചിത്രം. ഇവിടെയും ഈ JMMന്റെ നീല കളറാണ്, വയലറ്റ് കളറും കോൺഗ്രസിന്റെ നീലയുമാണ് കൂടുതൽ കാണുന്നത്. BJPക്ക് ആകെ അവിടെ 6 സീറ്റാണ്. ഈ കഴിഞ്ഞ തവണത്തേക്കാൾ 4 സീറ്റ് കുറയുമ്പോൾ ഈ മേഖലയിൽ നിന്ന് 7 സീറ്റുകൾ, പ്രത്യേകിച്ച് ബംഗാളുമായി അതിർത്തി പങ്കിടുന്ന സ്ഥലങ്ങൾ, അതിനിപ്പുറത്ത് ഛത്തീസ്ഗഡുമായി അതിർത്തി പങ്കിടുന്ന സ്ഥലങ്ങൾ എല്ലാം വരുന്ന ഇവിടെ ഈ മേഖലകളിലെല്ലാം തന്നെ വലിയ പിന്തുണയാണ് ഉണ്ടായത്. അതായത് മഹാരാഷ്ട്രയിൽ ഏത് തരത്തിലാണോ മഹായുതി സഖ്യം പടർന്നു പന്തലിച്ചത് അല്ലെങ്കിൽ മേൽക്കൈ നേടിയത്, അതിന് സമാനമായ തരത്തിൽ തന്നെയാണ് ഇന്ത്യ സഖ്യം ജാർഖണ്ഡിൽ അവരുടെ വിജയത്തേര് തെളിച്ചത് എന്ന് തന്നെ വേണം നമുക്ക് ഈ അനാലിസിസിലൂടെ മനസ്സിലാക്കാൻ. കേരളത്തെ സംബന്ധിച്ചിടത്തോളം പാലക്കാടും ചേലക്കരയും വയനാടും തന്നെയാണ് രാഷ്ട്രീയ കേരളം ഇന്ന് ചർച്ച ചെയ്തത് എങ്കിൽ ദേശീയ രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം ഉറ്റുനോക്കിയ 2 സംസ്ഥാനങ്ങളിലെ ഭരണം തീരുമാനിക്കപ്പെട്ട തെരഞ്ഞെടുപ്പ് ഫലം കൂടിയാണ് പുറത്തു വന്നത്. വാർത്തയുടെ വിശദാംശങ്ങളാണ് മനു ഭരത്തും ഒപ്പം R കിരൺ ബാബുവും നൽകിയത്. ഈ പ്രത്യേക ന്യൂസ് ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.